അപ്പച്ചാ പണ്ട് നമ്മുടെ വീട്ടിലില്ലേ നമ്മൾ എന്നാത്തിനെയൊക്കെയാ വളർത്തിയിട്ടുള്ളത്? പട്ടി, കൊരങ്ങൻ, കീരി, പിന്നെന്താ അണ്ണാനൊക്കെ ഇല്ലായിരുന്നു? അണ്ണാനെ വളർത്തിയിട്ടുണ്ട്. പിന്നെ മീനില്ലായിരുന്നു ഇഷ്ടം പോലെ? നമ്മുടെ വീട്ടിൽ വളരെ മീൻകളൊക്കെ ഇല്ലായിരുന്നു. പ്രാവ്, അപ്പാവി പ്രാവിനെ വളർത്തിയ ഓർമ്മയുണ്ടോ? ഇതെല്ലാം വളർത്തിയിട്ടുണ്ട്. എല്ലാത്തിനും വളർത്തിയിട്ടുണ്ടല്ലേ. പിന്നെ എന്നാത്തിനാ വളർത്തിയിട്ടുള്ളേ? പിന്നെ നമ്മളിപ്പോ കൊറേ കോഴി ഉണ്ടായിരുന്നല്ലേ? കോഴിയൊക്കെ നമ്മൾ വളർത്തി. നമ്മൾ ഒത്തിരി വളർത്തിയിട്ടുണ്ടല്ലേ. എന്തിനെല്ലാം ആടൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. ആട്, കോഴി, പട്ടി, പൂച്ച, എലിയോ? എലീനൊന്നും വളർത്തിട്ടില്ല, ചുമ്മാ നമ്മള് പിടിച്ചു. ചുമ്മാ തള്ളല്ലേ. അതൊക്കെ തള്ളാകട്ടോ ഗേസ്. എലിയൊക്കെ ചുമ്മാ പറയുന്ന അപ്പച്ചൻ. അതൊക്കെ കയ്യിൽ നിന്നിടുന്നതാണ്. ശരിക്കും ഞങ്ങൾ ആടിനെ വളർത്തിയിട്ടുണ്ട്. പിന്നെ അപ്പച്ചൻ എവിടെ നിന്നെങ്ങാണ്ട് ഒരു കൊരങ്ങനും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ അപ്പച്ചൻ തന്നെ പറയുന്നത് അപ്പച്ചൻ കീരീനെ വളർത്തിയിട്ടുണ്ടത്. പിന്നെ എന്നതാ അപ്പച്ച? പിന്നെ കുറെ മീനും പ്രാവ്. ആരും വളർത്താത്ത വെറൈറ്റി സാധനങ്ങളൊക്കെ അപ്പച്ച വളർത്തത്. കീരി, എലി, പിന്നെ കൊരങ്ങൻ. കൊരങ്ങ പക്ഷെ കവളങ്കാളി വരെ വളർത്തി. കവളങ്കാളി എന്തുവാ? തത്ത. ഓ, തത്തയോ? കവളങ്ങാടി എന്ന് പറയുന്നത്? കവളങ്കാടി കൊച്ചു പൂടെയുള്ളല്ലേ? അറിയില്ല. കണ്ടാ അറിയാം. കവളങ്കാളി. കവളങ്ങാടി എന്താന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മൈനയാണ് ഈ കവളങ്ങാടി. മൈനപ്പെട്ടതാണ്. ഓക്കെ. അതിനെ വളർത്തിട്ടുണ്ടോ? വളർത്താത്ത ഒന്നും ഇല്ല. സത്യം നമ്മൾ സകലകല വല്ലഭനായിരുന്നു ഞങ്ങളുടെ അപ്പച്ചൻ. അല്ല അപ്പച്ചാ? അതിന് നിലനിന്നില്ല. കാരണം നമുക്കത് എന്നാ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ് പറ. ഗുഡ് നൈറ്റ്. നമുക്കിപ്പോ ഗുഡ് നൈറ്റ് പറ. മതി ഇന്ന് ഒത്തിരി സംസാരിച്ച്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നമുക്കിപ്പോ ഗുഡ് നൈറ്റ് കഴിഞ്ഞു വർത്താനം ഇല്ല. അതിനെ തന്നെ നമ്മള് ഗുഡ് നൈറ്റ് കഴിഞ്ഞു വർത്താനം ഇല്ല. വാടിച്ചോ. പോയി കിടന്ന് ഉറങ്ങിക്കോ. ബൈ പറ. ഇങ്ങോട്ട് നോക്കി പറ. എല്ലാരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറയുന്ന പറ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറയുന്ന പറ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ഇടുക. സമസല്ല, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ. നാളെ നമുക്ക് ചൂണ്ടിടാൻ പോയാലോ?